ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൗലോ കൊയ്ലോ എഴുതിയിട്ടുള്ള ദ ഫിഫ്ത്ത് മൗണ്ടെയിൻ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ്. ബൈബിളിലെ ഏലിയ പ്രവാചകന്റെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. എന്ന് കരുതി ഇത് കേവലം ഒരു മതപരമായ കഥ എന്നതിലുപരിയായിട്ട് ഒരു മനുഷ്യൻ തന്റെ വിധിയെ നേരിടുന്നതും ദൈവവുമായുള്ള കലഹത്തിലൂടെ തന്റെ വിശ്വാസം വീണ്ടെടുക്കുന്നതുമാണ് ഈ ഒരു നോവലിന്റെ പ്രമേയം. അപ്പൊ ഈ ഒരു കഥ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഒരു കഥ നടക്കുന്നത് BC 9-ാം നൂറ്റാണ്ടിലാണ്. ആ ഒരു സമയത്ത് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ എന്നുള്ളത്. അദ്ദേഹത്തിന് ദൈവിക വിളിയൊക്കെ ലഭിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെ ഭയപ്പെടുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെയും കൊണ്ട് ഒരു പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുമാണ്. പുരോഹിതൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇദ്ദേഹം ഒരു ആത്മീയ മനുഷ്യനാണെന്നും ദൈവവചനം കേൾക്കാൻ കഴിവുള്ള ആളാണെന്നും പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ മാതാപിതാക്കൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിനെ ഒരു തച്ചനായിട്ട് അല്ലെങ്കിൽ ഒരു കാർപ്പൻ്ററായിട്ട് വളർത്താണ്. അങ്ങനെ പരിശീലനം പുരോഗമിക്കുന്നു. അതോടുകൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ ദർശനങ്ങളൊക്കെ വരുന്നത് കുറയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടൈറയിലെ രാജകുമാരിയായിട്ടുള്ള ജെസബേലിനെ ഇസ്രായേൽ രാജാവായിട്ടുള്ള ആഹാബ് വിവാഹം കഴിക്കുന്നത്.